വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പൊ നമ്മുടെ വരാൻ പോകുന്ന കേരള ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയുടെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്നും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 3 വീഡിയോ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിന്റെ ലിങ്ക് കൂടി ഉൾപ്പെടുത്താം. സോ ആ 3 വീഡിയോയും നിങ്ങൾ കണ്ട് നന്നായിട്ട് പഠിക്കണം. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ ഇതേ തസ്തികയ്ക്ക് നമ്മുടെ കേരള ഹൈക്കോർട്ട് നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങൾ തന്നെയാണ്, ഇതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ക്ലാസ്സിലും പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കാണുന്നവർ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനു മുമ്പ് 2023, അതായത് 25/6/2023 നടന്നു പോയ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് തസ്തിക തന്നെയായിരുന്നു. കേരള ഹൈക്കോർട്ടിലേക്ക് നടന്ന ഓഫീസ് അറ്റൻഡന്റ് തസ്തിക തന്നെയാണ്. അവിടെ നമ്മൾ എഴുതിപ്പോയ പരീക്ഷയുടെ കുറെ ചോദ്യങ്ങൾ നമ്മൾ 3 വീഡിയോ ആയിട്ട് ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിന്റെ ബാക്കി ചോദ്യങ്ങൾ, അപ്പൊ ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അടുത്ത ചോദ്യം ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോവാണ്. ഇതാണ് ചോദ്യം. ചോദ്യം നോക്കിക്കേ. 1, 2, 3, 4, 5 ഉപയോഗിച്ച് 2 വ്യത്യസ്ത 5 അക്ക സംഖ്യകൾ ഉണ്ടാക്കിയാൽ അവ തമ്മിൽ ഉണ്ടാകാവുന്ന ഏറ്റവും കൂടിയ വ്യത്യാസം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. നിങ്ങൾ 1, 2, 3, 4, 5 ഉപയോഗിച്ച് 2 വ്യത്യസ്ത 5 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം. ആ 5 അക്കങ്ങളും വ്യത്യസ്തമായിരിക്കണം എന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ 2 സംഖ്യകൾ തമ്മിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ സംഖ്യന്ന് ഏറ്റവും ചെറിയ സംഖ്യ കുറച്ചാൽ ഏറ്റവും വലിയ വ്യത്യാസം കിട്ടത്തില്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ സാരാംശം എന്താണ്? എടാ മക്കളെ, 5, 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും, അക്കങ്ങൾ ആവർത്തിക്കാൻ പാടില്ല, 1, 2, 3, 4, 5 ഉപയോഗിച്ചുകൊണ്ട് എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എടുത്തു കഴിഞ്ഞാല് അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. അപ്പൊ 1, 2, 3, 4, 5 ഉപയോഗിച്ച് എഴുതാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാ? അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ തിരിച്ചങ്ങ് എഴുതിയപ്പോഴേ 5, 4, 3, 2, 1 54,321 ഏറ്റവും വലിയ സംഖ്യ. 1, 2, 3, 4, 5 ഉപയോഗിച്ച് ഈ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാല് 1, 2, 3, 4, 5, അതായത് 12,345. എടാ മക്കളെ, 54,321 12,345 കുറച്ചാൽ ഏറ്റവും വലിയ വ്യത്യാസം കിട്ടും. കുറയ്ക്കും. അപ്പോ 1 ൽ 5 കുറയ്ക്കാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടുന്ന് കടമെടുത്തു. അപ്പൊ ഇത് 10 ആയിട്ട് മാറി. 10 കടമെടുത്തു. 10 കടമെടുത്ത് കഴിയുമ്പോൾ അവിടെ ഓൾറെഡി 1 ഉണ്ട്. 11 ആയിട്ട് മാറി കേട്ടോ. 10 ആണ്. നമ്മൾ സാധാരണ കടമെടുക്കുന്നത് 10 ആണല്ലോ. 10 കടമെടുത്തു കഴിഞ്ഞാല് അവിടെ പിന്നെ 11 ആയിട്ട് മാറി. 11 ൽ 5 കുറച്ചാൽ എത്ര? 11 ൽ 5 കുറച്ചാൽ 6. അതായത് ഉത്തരത്തിന്റെ അവസാനത്തെ അക്ക 6 ആണെന്ന് മനസ്സിലായില്ലേ? എടാ, ഉത്തരത്തിന്റെ അവസാനത്തെ അക്ക 6 ആണ്. 6 ൽ അവസാനിക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. 6 ൽ അവസാനിക്കുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതേതായിരുന്നു? ഓപ്ഷൻ എ ആയിരുന്നു. 41,976. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയില്ലേ? നിങ്ങൾ മൊത്തം കുറച്ച് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല, സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. നിങ്ങൾ 54,321 12,345 കുറച്ചാല് 41,976 കിട്ടും. പക്ഷേ ഉത്തരത്തിന്റെ അവസാനത്തെ അക്കം വെച്ചുകൊണ്ട് നമ്മൾ ആൻസറിലേക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് എത്തിച്ചേർന്നു. അത്ര ഉള്ളായിരുന്നു ചോദ്യം. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ 7147 the whole raised to
541. 7147 റൈസ് ടു 541ന്റെ അവസാനത്തെ അക്കം എത്ര, ലാസ്റ്റ് ഡിജിറ്റ് എത്ര എന്നാണ് ചോദ്യം. നമ്മൾ പഠിക്കാറുള്ളതാണ്, നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതാണ്. അതായത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇതേ ചാനലിൽ തന്നെ താഴെ അറ്റം നമ്മൾ കേരള PSC വേണ്ടിയിട്ട്, കേരള PSC നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയുടെ സ്ഥാനം കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ പോയാൽ മതി, കുറച്ച് നാളിന് മുമ്പാണ് ചെയ്തത്. ഏകദേശം 30 മിനിറ്റിനടുത്ത് വരുന്ന ഓരോ നമ്പറിന്റെയും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അവസാനത്തെ അക്കം കാണുക എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ നന്നായിട്ട് കണ്ടാൽ മതി, ആ ടോപ്പിക്ക് മൊത്തം കിട്ടും. അപ്പോൾ 7147നെ 541 തവണ ഗുണിച്ചാൽ വലിയൊരു സംഖ്യ ഉത്തരമായിട്ട് കിട്ടും. ആ സംഖ്യയുടെ അവസാനത്തെ അക്കം എത്ര, അവസാനത്തെ അക്കം എത്ര, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എത്ര, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എത്ര, അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നാണ് ചോദിച്ചത്. നമ്മൾ ചെയ്യേണ്ടത് അതിനകത്ത് കൃത്യമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് വീഡിയോ കണ്ടു നോക്കണം കേട്ടോ, എന്നാലേ കൃത്യമായി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. അതല്ല ഞാൻ ഇവിടെ എല്ലാം പറയാൻ പോയി കഴിഞ്ഞാല് വീഡിയോ നമ്മുടെ നീണ്ടുപോകും, അതുകൊണ്ടാണ്. അപ്പോൾ 7147 7ൽ അവസാനിച്ചിരിക്കുന്ന ഒരു സംഖ്യയാണ്. സ്വാഭാവികമായിട്ടും 7ന്റെ പവർ എഴുതി നോക്കണം കേട്ടോ, അങ്ങനെയാണ് അതിന്റെ രീതി. അത് ഞാൻ പറഞ്ഞല്ലോ, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടേ വരാവുള്ളൂ കേട്ടോ. ആ വീഡിയോ കണ്ടിട്ട് ഈ പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 7⁻1 7, അങ്ങനെ നിങ്ങൾ പവർ എഴുതി പോണം. 7ൽ അവസാനിച്ചതായതുകൊണ്ടാണ് 7ന്റെ പവർ എഴുതിയത്. 7148 ആയിരുന്നെങ്കിൽ 8ന്റെ പവർ എഴുതിയാനെ. 7142 ആണെങ്കിൽ 2ന്റെ പവർ എഴുതും. 7143 ആണെങ്കിൽ 3ന്റെ പവർ എഴുതിയാനെ. സോ 7ൽ അവസാനിച്ചിരിക്കുന്ന സംഖ്യ ആയതുകൊണ്ട് 7ന്റെ പവർ താഴോട്ട് എഴുതണം. 7ന്റെ പവർ ആണ് താഴോട്ട് എഴുതേണ്ടത്. 7⁻1 7. 7ന്റെ സ്ക്വയർ 49. 49ന് പകരം അവസാനത്തെ അക്കം മാത്രം എഴുതിയാൽ മതി, 9 എന്ന് എഴുതിയാൽ മതി. അവസാനത്തെ അക്കം ലാസ്റ്റ് ഡിജിറ്റ് ആണ് നമുക്ക് വേണ്ടത്. 7ന്റെ ക്യൂബ് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. 7ന്റെ ക്യൂബ് 343 ഒന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. 7 7 7 49 9 9 ഇൻറ്റു 7 9 7 63 3 എഴുതിയാൽ മതി. 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തങ്ങ് പോയാൽ മതി. നമുക്ക് ഏറ്റവും അവസാനത്തെ അക്കം മതിയല്ലോ. അതുകൊണ്ട് തൊട്ടു മുകളിൽ ഏത് സംഖ്യയാണോ എഴുതി വെച്ചിരിക്കുന്നത് അതിനെ 7 കൊണ്ട് ഗുണിക്കുക, അതിനെ 7 കൊണ്ട് ഗുണിക്കുക, അതിനെ 7 കൊണ്ട് ഗുണിച്ചങ്ങ് പോയാൽ മതി. അപ്പോൾ 7 7 49 9 9 ഇൻറ്റു 7 63 3 3 ഇൻറ്റു 7 എടാ 3 ഇൻറ്റു 7 21 1 എഴുതിയാൽ മതി. അടുത്തത് 1 ഇൻറ്റു 7 1 ഇൻറ്റു 7 എത്ര? 1 ഇൻറ്റു 7 7 ആണ്. താഴോട്ട് എഴുതേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ആവർത്തിക്കുന്നത് അന്നേരം സ്റ്റോപ്പ് ചെയ്യണം. എടാ എപ്പോഴാണോ ആവർത്തിച്ചത് കണ്ടോ, പവർ എഴുതിയപ്പോൾ 7 9 3 1 അടുത്തത് എന്താ കിട്ടിയത്? 7 കിട്ടിയത്. എപ്പോഴാണോ ആവർത്തിക്കുന്നത് അന്നേരം പരിപാടി സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു വര കൊടുക്കണം. ഒന്നും കൂടെ 7 9 3 1 എങ്ങനെ 7 കിട്ടിയത്? 7⁻1 7. 7 7 49 9 9 ഇൻറ്റു 7 63 3 3 ഇൻറ്റു 7 21 1 ഇൻറ്റു 7 7. അപ്പോൾ 7ന്റെ പവർ എഴുതുമ്പോൾ എടാ മക്കളെ 7ന്റെ പവർ എഴുതുമ്പോൾ അവസാനത്തെ അക്കം വരുന്നത് 7 9 3 1 7 9 3 1 7 9 3 1 7 9 3 1 ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ പോകും. കാരണം താഴോട്ട് എഴുതണ്ട 7 9 3 1 അങ്ങനെയാ പോകുന്നത്. നമുക്കൊരു കാര്യം മനസ്സിലായി, 4 സംഖ്യകൾ കഴിയുമ്പോൾ ഈ പവർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. 4 സംഖ്യകൾ കഴിയുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃതിയെ 4 കൊണ്ട് ഹരിക്കണം. സോ കൃതി 541 ആണ്. 4 കൊണ്ട് ഹരിക്കണം. 1 4 4 ശിഷ്ട 1 4 താത്തിറക്കി 14 ആയി.
3 4 12, ശിഷ്ടം 2 1, 5 4 20, ശിഷ്ടം 1. ശിഷ്ടം 1 അല്ലേ? ശിഷ്ടമാണ് പിടിക്കേണ്ടത്. ശിഷ്ടം പിടിക്കണം, ശിഷ്ടം പിടിക്കണം. ശിഷ്ടമാണ് പിടിക്കേണ്ടത്. ശിഷ്ടം 1 ആണെങ്കിൽ ആൻസർ 7. എടാ മക്കളെ, ശിഷ്ടം 1 ആണെങ്കിൽ ആൻസർ 7. ശിഷ്ടം 2 ആണെങ്കിൽ ആൻസർ 9. ശിഷ്ടം 3 ആണെങ്കിൽ ആൻസർ 3. ഒരു സംഖ്യ 4 കൊണ്ട് ഹരിച്ചാൽ ഒരിക്കലും ശിഷ്ടം 4 വരത്തില്ല. പിന്നെന്താ വരുന്നത്? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 0 വരാം. എടാ ശിഷ്ടം 0 ആണെങ്കിൽ ആൻസർ 1. അപ്പോൾ 7ന്റെ പവർ ആയിരുന്നു 7147/541 ചോദിച്ചത്. നമുക്കറിയാം 7ന്റെ പവർ താഴോട്ട് എഴുതി. കാര്യം മനസ്സിലായി. 4 സംഖ്യകൾ കഴിയുമ്പോൾ അത് തന്നെ ആവർത്തിച്ചു കൊണ്ടേ പോകുന്നു എന്ന് മനസ്സിലായി. അതുകൊണ്ട് കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം 1 ആണെങ്കിൽ ആൻസർ 7, 2 ആണെങ്കിൽ 9, 3 ആണെങ്കിൽ 3, 0 ആണെങ്കിൽ 1. ഇവിടെ 541 4 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 1 വന്നത്. ശിഷ്ടം 1 ആണെങ്കിൽ ആൻസർ 7. അതായത് ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. കണ്ടോ? ശിഷ്ടം 1 അല്ലേ വന്നത്? ശിഷ്ടം 1 ആയതുകൊണ്ട് ആൻസർ 7 അതായത് ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ഞാൻ ഇടാം. അതായത് 8 4 9 7 8497 റൈസ് ടു ഒരു 48. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര, അല്ലെങ്കിൽ അവസാനത്തെ അക്കം എത്ര, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എത്ര എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്ക് കേട്ടോ. ഓക്കെ? അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം കണ്ടുപിടിക്കാനുള്ള ചോദ്യം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 7ന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ നമ്പറും 0 1 2 3 4 5 6 7 പറഞ്ഞു, 8 9 എല്ലാ നമ്പറിലും അവസാനിക്കുന്ന സംഖ്യകളുടെ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ താഴെ കിടപ്പുണ്ട്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഈ ചാനലിന്റെ താഴെ അറ്റം കിടപ്പുണ്ട്. നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ നിങ്ങൾ മൊത്തം കാണുവാണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം എന്ന് പറയുന്ന ഈ ചോദ്യം ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തികയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് കൂടി ഓപ്പൺ ചെയ്തതാണ്. സോ ഈ ബാച്ച് പഴയതുപോലെ തന്നെയാണ്. നമ്മുടെ പഴയ കുട്ടികൾ പഠിക്കുന്ന അതേപോലെ ഉള്ള പ്രത്യേകത തന്നെയാണ്. ലൈവ് ക്ലാസ്സുകളും ഓരോ ദിവസവും ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്സിനും ഇംഗ്ലീഷിനും, മാത്സ് ഇംഗ്ലീഷും ആണല്ലോ 50 മാർക്ക്, കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ ലൈവ് ക്ലാസ്സുകളും അതേപോലെ OMR എക്സാമുകളും ഉൾപ്പെടെയുള്ള ഒരു ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാനുള്ള താല്പര്യമുള്ള ആളുകൾ 8590202323 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററിന്റെ ആധികാരികമായിട്ടുള്ള ചോദ്യങ്ങൾ, മുൻ വർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ് മുമ്പോട്ട് പോകുന്നത്. പരമാവധി ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത. സോ ആ ഒരു സാധ്യത കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട അടിപൊളി ഒരു ചോദ്യമാണ്. എപ്പോഴും നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾ പെർസെന്റേജ് എന്ന് പറയുന്ന നമ്മളൊരു ഓമന പേരൊക്കെ ഇട്ടുകൊണ്ട് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു സാധനത്തിന്റെ വില 20% വർദ്ധിക്കുന്നുവെങ്കിൽ ചെലവിൽ വ്യത്യാസം വരാതിരിക്കാൻ സാധനത്തിന്റെ അളവ് എത്ര ശതമാനം കുറയ്ക്കേണ്ടി വരും എന്നാണ് ചോദ്യം. ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില ഇത്ര ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ ചെലവ് നമ്മൾ എത്ര ശതമാനം കുറച്ചാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട്. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ 20% കൂടുതലാണ് എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങളും നമ്മുടെ ശതമാനം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാറുണ്ട്. ഈ ചോദ്യം ഇത്തരം സിംഗിൾ പെർസെന്റേജ് ഒരൊറ്റ ഒരു ശതമാന സംഖ്യ മാത്രമേ ഉള്ളെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണെന്നാണ് എന്റെ ഓർമ്മ. സോ 100R/100A + R എന്നുള്ളതാണ് ഇക്വേഷൻ.
ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ 6ാമത്തെ ടൈപ്പായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ 100r/100 + r, അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ 100r/100 - r എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതുപോലുള്ള സിംഗിൾ പെർസെന്റേജ് പ്രോബ്ലങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ ഒരു ശതമാന സംഖ്യ മാത്രമേ കാണത്തുള്ളൂ ആ ക്വസ്റ്റ്യനകത്ത്. സോ ഇത്തരം ചോദ്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണിത്. 100r/100 + r അല്ലെങ്കിൽ 100r/100 - r. ഇനി ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? എടാ മക്കളെ, ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് നോക്കണം. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ട പ്ലസ് ഉള്ള ഇക്വേഷൻ. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ടാൽ പ്ലസ് ഉള്ള ഇക്വേഷൻ, ഇതാണ് ഇത് ഇക്വേഷൻ ഉപയോഗിക്കണം. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കുറവാണെന്ന് കണ്ടാൽ മൈനസ് ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. ഇവിടെ ശതമാന സംഖ്യ 20, കൂടെ നിൽക്കുന്ന വാക്ക് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുന്നു അല്ലെങ്കിൽ കൂടുതലാണ് അല്ലെങ്കിൽ അധികമാകുന്നു, അങ്ങനൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്ലസ് ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. അതായത് 100r/100 + r. 100 r എന്ന് പറഞ്ഞാൽ ശതമാന സംഖ്യ 20, 100r/100 + r. 100ഉം r-ന്റെ വില 20 ആണ്. 100ഉം 20ഉം കൂടെ കൂട്ടിയാൽ 120. കണ്ടോ? ഇനി വെട്ടിക്കോ. ഏതൊക്കെ വെട്ടാം? താഴെ കിടക്കുന്ന 0, മുകളിൽ കിടക്കുന്ന 0 കട്ടായി പോയി. 2ഉം 12ഉം 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. 2ന് 2 കൊണ്ട് ഹരിച്ച 1 ആണ്. 12ന് 2 കൊണ്ട് ഹരിച്ച 6 എന്ന് വരും. 100ഉം 6ഉം കൂടെ വെട്ടാം. 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. 100ന് 2 കൊണ്ട് ഹരിച്ച 50 ആണ്. 6ന് 2 കൊണ്ട് ഹരിച്ച 3 ആണ്. 50ന് 3 കൊണ്ട് ഹരിച്ച ആൻസർ ആയി. എടാ 50ന് 3 കൊണ്ട് ഹരിച്ച ആൻസർ ആയി. 50ന് എല്ലാവരും 3 കൊണ്ട് ഹരിച്ചാട്ടെ. 50നെ 3 കൊണ്ട് ഹരിക്കുക. 16 3 48, ശിഷ്ടം 2 എന്ന് വരും. ശിഷ്ടം 2. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അങ്ങ് എഴുതിക്കൂ. ആദ്യം ഹരണഫലം എഴുതുക 16, പിന്നെ ഹാരകം ഡിവൈസർ, ഹാരകത്തിന്റെ മുകളിലെ ശിഷ്ടം 2 അല്ലായിരുന്നു. ഈ ആൻസർ എവിടെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. ഉത്തരം 16 3 2% എന്ന് വരും ആൻസർ. അപ്പൊ ഇതുപോലെ സിംഗിൾ പെർസെന്റേജ് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ 16 3 2 ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. അപ്പോൾ സിംഗിൾ പെർസെന്റേജ് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ശതമാന സംഖ്യ മാത്രമേ ഉള്ളെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ടൈപ്പ് ചോദ്യമാണെന്ന് മനസ്സിലാക്കണം. 100r/100 + r അല്ലെങ്കിൽ 100r/100 - r എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകണ്ട. അതായത് എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ 25% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? അത്തരം ചോദ്യങ്ങളെല്ലാം സിംഗിൾ പെർസെന്റേജ് പ്രോബ്ലത്തിനകത്ത് വരുന്ന ചോദ്യങ്ങളാണ്. അതുപോലെയുള്ള ചോദ്യമാണ് ഇത്. അതുപോലെ ഗ്യാസിന്റെ വില 150% വർദ്ധിപ്പിച്ചു. ചെലവിൽ വ്യത്യാസം വരാതിരിക്കാന് ഉപയോഗം എത്ര ശതമാനം കുറയ്ക്കണം? അല്ലെങ്കിൽ പഞ്ചസാരയുടെ വില 60% വർദ്ധിപ്പിച്ചു. ചെലവിൽ വ്യത്യാസം വരാതിരിക്കാന് ഉപയോഗത്തിലെ എത്ര ശതമാനം കുറവ് രേഖപ്പെടുത്തണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ടാൽ പ്ലസ് ഉള്ള ഇക്വേഷൻ, കുറവാണെന്ന് കണ്ടാൽ മൈനസ് ഉള്ള ഇക്വേഷൻ ആണെന്നുള്ള കാര്യം മറക്കാതിരുന്നാൽ മതി. ഈ ചോദ്യം ഉറപ്പായിട്ടും ഇനിയും നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം പോലെയൊക്കെ ഉള്ള ഒരു ചോദ്യമാണ്. P/Q ഈസ് ലെസ് ദാൻ 1. അതായത് P/Q എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നവയിൽ ശരി ഏത് എന്നാണ് ചോദിച്ചത്. ഒരു P/Q ആണ്. നമ്മുടെ അതേ പരീക്ഷയ്ക്ക് ഞാനെല്ലാം ആ ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്ത് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് നിലവാരത്തിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രം എടുത്തത്. എടാ P/Q കണ്ടോ? P/Q ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഏതോ ഒരു ഭിന്നസംഖ്യ ഒന്നിനേക്കാൾ കുറവാണെന്ന്. എടാ ഏതോ ഒരു ഭിന്നസംഖ്യ ഒന്നിനേക്കാൾ കുറവ്, ഏതോ ഒരു ഭിന്നസംഖ്യ ഒന്നിനേക്കാൾ കുറവാണ്.
അങ്ങനെയാണെങ്കിൽ ഇതാണോ ശരി, അതോ ഇതാണോ ശരി, അതോ ഇതാണോ ശരി, അതോ നൺ ഓഫ് ദീസ് ആണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആലോചിക്കും, സാറേ പി ബൈ ക്യൂ അവർ തന്നിട്ടില്ലല്ലോ, ഏത് ഭിന്നസംഖ്യയാണ് നമുക്ക് ഇഷ്ടമുള്ളത് കരുതാം. എടാ മക്കളെ, ഒന്നിനേക്കാൾ കുറവുള്ള ഏതെങ്കിലും ഒരു ഭിന്നസംഖ്യ മനസ്സിൽ ആലോചിച്ചാൽ മതി. ഒന്നിനേക്കാൾ കുറവുള്ള ഭിന്നസംഖ്യ നിങ്ങളുടെ മനസ്സിൽ ഏതാ വന്നത്? ഒന്നുകിൽ 1/4 കാല്, അല്ലെങ്കിൽ 1/2 അര, അല്ലെങ്കിൽ 3/4 മുക്കാൽ. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുപോടാ. വേണമെങ്കിൽ 1/4 കൊണ്ടുവന്നാലും പോരെ. കാരണം 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിനേക്കാളും ചെറുതല്ലേ? 1/4 എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ ചെറുതല്ലേ? കാലെന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും ചെറുതല്ലേ? ചെറുതാണെന്ന് അറിയാൻ കുത്തുന്നു, വലുതാണെങ്കിൽ വാ തുറന്ന് വെക്കുന്നു, കുത്തുന്നു. ചെറുതാണെങ്കിൽ കുത്തുന്നു. അപ്പോൾ 1/4 ചെറുതാണ് ആരെക്കാളും, ഒന്നിനേക്കാളും ചെറുതാ. അപ്പോൾ ഞാന് പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു 1/4 എന്ന് അങ്ങ് എടുക്കുവാണേ. പിയുടെ വില 1, ക്യൂവിന്റെ വില 4. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാടാ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിയുടെ വില 1 ആണ്. 1ഉം 10ഉം കൂടെ കൂട്ടിയാൽ 11. അതേപോലെ ക്യൂവിന്റെ വില 4, 4ഉം 10ഉം കൂടെ കൂട്ടിയാൽ 14. ചോദ്യകർത്താവ് പറയുന്നു ലെസ് ദാൻ പി ബൈ ക്യൂ 1/4. ചോദ്യകർത്താവ് പറയുന്നു 11/14, അതായത് പി പ്ലസ് 10 ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് 10 എന്ന് പറഞ്ഞാല് പി ബൈ ക്യൂവിനേക്കാളും ചെറുതായിരിക്കും എന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞത്. നമ്മൾ ശരിയാണോ നോക്കാം. 11/4 1/4 ചെറുതാണോ? ചെറുതാണോ വലുതാണോ എന്ന് എങ്ങനെ നോക്കുന്നത്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ നോക്കുന്നത്. രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ വലുതാണോ ചെറുതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നോക്കുന്നത്. സോ ഇതിനകത്ത് ഏതാ വലുതെന്ന് നോക്കാം. അപ്പോ 11/4 ഉണ്ട്, 11/14 ഉണ്ട്, 1/4 ഉണ്ട്. എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. എടാ മക്കളെ, 14 ഒന്നും കൂടെ ഗുണിച്ചാൽ 14. മുകളിലോട്ട് ഗുണിച്ച് മുകളിൽ എഴുതണം. മുകളിലോട്ട് ഗുണിക്കുക, മുകളിൽ എഴുതുക, മുകളിലോട്ട് ഗുണിക്കുക, മുകളിൽ എഴുതുക. 4ഉം 11ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 44 അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. എടാ 11/14 ആണ് വലുത്. ആ മുകളിൽ വരുന്ന സംഖ്യ നോക്കിയാൽ മതി. അതിലേതാ? 44 ആണോ വലുത്, 14 ആണോ വലുത്? 44 അല്ലേ വലുത്. എടാ 44 ആണ് വലുതെങ്കിൽ ആ സംഭവം ഏതാ? ആദ്യം വന്നിരിക്കുന്ന ഭിന്നസംഖ്യ വലുതാണ്. ചോദ്യകർത്താവ് പറയുന്നത് ചെറുതാണെന്നാ പറയുന്നത്. അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് തെറ്റാ, അത് തെറ്റാന്ന്. അടുത്തത് നമ്മളോട് പറയുന്നു 10 കൂട്ടുക. 10 കൂട്ടുമ്പോ ഈ സെയിം സംഭവം തന്നെയാണ്. നമ്മൾ എടുത്തത് 1/4 ആണ്. 10 കൂട്ടുമ്പോൾ 1ഉം 10ഉം കൂടെ കൂട്ടിയ 11, 4ഉം 10ഉം കൂടെ കൂട്ടിയ 14. അത് ഈക്വൽ ടു പി ബൈ ക്യൂ. അതായത് 11/14ഉം 1/4ഉം തുല്യമാണോ? അല്ല, തുല്യമല്ല. കാരണം 11/14 വലുതാ, തുല്യമല്ല. അപ്പൊ ഇതും തെറ്റാ. ചോദ്യകർത്താവ് പറയുന്നു പി പ്ലസ് 10 ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് 10, അതായത് 1/4 ആണെങ്കിൽ 11/14 അത് വലുതാണ്, പി ബൈ ക്യൂവിനേക്കാളും വലുതാണെന്ന് പറയുന്നു. ശരിയാ, വലുതാ. കാരണം നമുക്ക് കിട്ടിയല്ലോ 11/14 വലുതാണ്. ആരെക്കാളും? 1/4നേക്കാളും വലുതാണ് 11/14 എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ. സി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സി ആണ് അവിടെ ശരി. സി ആണ് ശരി. കാരണം നമ്മൾ എടുത്തത് പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു 1/4. പിയുടെ വില 1, ക്യൂവിന്റെ വില 4. 10 കൂട്ടിയപ്പോൾ 1ഉം 10ഉം കൂടെ കൂട്ടിയാൽ 11, 4ഉം 10ഉം കൂടെ കൂട്ടിയാൽ 14. അപ്പോൾ കിട്ടിയ ഭിന്നസംഖ്യ ആദ്യമേ എടുത്ത 1/4 പി ബൈ ക്യൂ എന്ന് പറഞ്ഞ 1/4നേക്കാളും വലുതായത് കൊണ്ട് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനൊക്കെ ഒരു ചോദ്യം വീണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ആ രീതിയിലുള്ള ഒരു ഭിന്നസംഖ്യ അങ്ങ് എടുത്താൽ മതി. ഇപ്പൊ എന്നോട് ചോദിക്കും, സാറെന്താ 1/4 എടുത്തത്? 1/2 എടുത്തൂടെ? 1/2 എടുത്തു. എടാ ഒന്നിനേക്കാൾ ചെറുതുള്ള ഏതെങ്കിലും ഒരു ഭിന്നസംഖ്യ അങ്ങ് എടുത്താൽ മതി. ചോദ്യകർത്താവ് അങ്ങനെ പറഞ്ഞത്. പി ബൈ ക്യൂ എന്ന് പറഞ്ഞാല് ഒന്നിനേക്കാളും ചെറുതുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ എന്നാ പറഞ്ഞത്.
നമ്മുടെ മനസ്സിൽ കാല്, അര, മുക്കാലൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാലങ്ങ് എടുത്തത്. നിങ്ങൾ അര എടുത്ത് ചെയ്താലും ആൻസർ ഓപ്ഷൻ സി തന്നെ വരത്തുള്ളൂ കേട്ടോ. അടുത്തത് ആവറേജ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു ചോദ്യം നേരത്തെ ഈ സെയിം പരീക്ഷയ്ക്ക് തന്നെ 2 ചോദ്യം ചോദിച്ചു. അതിൽ ഒരു ചോദ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. രണ്ടാമത്തെ ചോദ്യം ഇതാ. ആവറേജ് ഓഫ് എ ആൻഡ് ബി ഈസ് 25. എയുടെയും ബിയുടെയും ആവറേജ് 25 ആ. നമുക്കറിയാം ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം. ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം. സോ അവിടുന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് തുക ഈസ് ഈക്വൽ ടു ശരാശരി ഇൻറ്റു എണ്ണം. തുക കണ്ടുപിടിക്കാൻ ശരാശരിയും എണ്ണം കൂടെ ഗുണിച്ചാൽ പോരെ? എടാ മക്കളെ, തുക കണ്ടുപിടിക്കാൻ തുക കണ്ടുപിടിക്കാൻ ശരാശരിയും എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ശരാശരി എന്ന് പറഞ്ഞാൽ 25 എണ്ണം 2 പേര്, എയും ബിയും 2. അപ്പോൾ തുക, അതായത് എയും ബിയും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത്, തുക എന്ന് പറഞ്ഞാല് ശരാശരിയും എണ്ണം കൂടെ ഗുണിച്ചാൽ മതി. ശരാശരി 25, എണ്ണം 2, 25ഉം 2ഉം കൂടെ ഗുണിച്ച 50. കണ്ടോ? ശരാശരിയും എണ്ണവും കൂടെ ഗുണിച്ചാൽ തുക കിട്ടും. തുക ഈസ് ഈക്വൽ ടു ശരാശരി ഇൻറ്റു എണ്ണം. ശരാശരി 25, എണ്ണം 2, 25ഉം 2ഉം കൂടെ ഗുണിച്ച 50. അടുത്തത് ബിയും സിയും തമ്മിലുള്ള ശരാശരി 15. അപ്പോൾ തുക എത്രയാണ്? ബിയും സിയും തമ്മിലുള്ള തുക ഈസ് ഈക്വൽ ടു ശരാശരി ഇൻറ്റു എണ്ണം. ശരാശരി 15, എണ്ണം ബിയും സിയും 2 പേര്. 15 ഇൻറ്റു 2 30. ചോദ്യകർത്താവ് പറയുന്നു ഇഫ് സി ഈസ് ഹാഫ് ഓഫ് ബി. മലയാളത്തിൽ പറഞ്ഞാല് സി എന്നത് ബിയുടെ പകുതി. സി എന്ന് പറഞ്ഞാല് ബിയുടെ പകുതിയാ. സി എന്ന് പറഞ്ഞാല് മക്കളെ, സി എന്ന് പറഞ്ഞാല് ബിയുടെ പകുതിയാണ്. സി എന്ന് പറഞ്ഞാൽ ബിയുടെ പകുതിയാണ്. സി എന്ന് പറഞ്ഞാൽ ബിയുടെ പകുതിയാ. അത്രേ ഉള്ളു, വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് എയുടെ വില എത്ര ചോദിച്ചത്. അപ്പൊ സിയുടെ അവിടെ ഞാൻ എന്തെടുക്കാൻ പോകുന്ന അറിയാം. നോക്കിക്കോണേ, ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, രണ്ടാമത്തെ ഇക്വേഷനില് ആ സിയുടെ അവിടെ ഞാൻ എന്തെടുത്തെന്നറിയോ? b/2 അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. ഇസ് ഈക്വൽ ടു വലതുവശം 30. അതുപോലെ തന്നെ എഴുതി. ഒന്നുമില്ല, രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോടാ, അവിടെ സിയുടെ വില b/2 അല്ലേ? ആ b/2 അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ b + b/2 എന്ന് വന്നു. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. b × 2 2b, b × 1 b, 2b + b. അപ്പൊ എന്ത് വരും? 3b എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 × 2 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. വലതുവശം 30 എന്ന് വരും. അവിടുന്ന് 3ഉം 30ഉം കൂടെ വെട്ടിയാൽ 10 അല്ലേ? സോ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 2 20 എന്ന് വരും. ബിയുടെ വില 20 എന്ന് വരും. എടാ മക്കളെ, ബിയുടെ വില 20. ബിയുടെ വില 20 ആണെങ്കിൽ, അതായത് ബിയുടെ വില 20 ആണ്. ബിയുടെ വില 20 ആണ്. കണ്ടോ? ബിയുടെ വില 20 ആണെങ്കിൽ എയുടെ വില എത്ര ആയിരിക്കും? പറയേ. ബിയുടെ വില 20 ആണെങ്കിൽ എയുടെ വില എത്ര? 30 അല്ലേ? കാരണം 30ഉം 20ഉം കൂടെ കൂട്ടിയാലല്ലേ 50 കിട്ടത്തുള്ളൂ. അപ്പൊ എയുടെ വില എത്ര? എയുടെ വില 30. എയുടെ വില 30 ആണ്. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. തുക ഈസ് ഈക്വൽ ടു ശരാശരി ഇൻറ്റു എണ്ണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്തത്. വളരെ നല്ല ചോദ്യമാണ്. ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അവിടെ കണ്ടത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ കൂടി നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. സോ അടുത്ത വീഡിയോയായിട്ട് നമ്മൾ ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട്, ഇതിന്റെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തും. ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.